BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് വൈസ് പ്രസിഡന്റും റാഷിദ് എക്വസ്ട്രിയൽ ആൻഡ് ഫോഴ്സ് റേസിംഗ് ക്ലബ് ഹൈക്കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാനും സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് അംഗവുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഫൈസൽ ബിൻ റാഷിദ് ബിൻ ഈസൽ ഖലീഫ അൽറഫ റേസ് കോഴ്സിൽ നടന്ന 17ാമത് സീസണിലെ മത്സരത്തിൽ പങ്കെടുത്തു. ബഹ്റൈൻ മൈൽ കപ്പ്, പോർഷെ കപ്പ്, REHC കപ്പ്, അൽസാക്കിർ കപ്പ്, ജോക്കി ക്ലബ് കപ്പ് എന്നിവയിൽ നടന്ന 17ാമത് മത്സരത്തിൽ നിരവധി പ്രമുഖരും പ്രമുഖ വ്യക്തികളും സ്പോൺസർമാരുടെ പ്രതിനിധികളും കുതിരസവാരി കായിക പ്രേമികളും പങ്കെടുത്തു. മത്സരത്തിൽ വിജയിച്ച ഉടമ മുഹമ്മദ് ഖാലിദ് അബ്ദുറഹീമിന് ഷെയ്ഖ് ഫൈസൽ ബിൻ റാഷിദ് ബഹ്റൈൻ അൽ മൈൽ കപ്പ് സമ്മാനിച്ചു. 9 റൗണ്ടുകളുള്ള മത്സരത്തിൽ വിവിധ സ്റ്റേബിളുകളിൽ നിന്നുള്ള നിരവധി കുതിരകളുടെ ആവേശകരമായ മത്സരങ്ങളുണ്ടായിരുന്നു. ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി വൈസ് പ്രസിഡന്റും 3ാം ഏഷ്യൻ യൂത്ത് ഗെയിംസിനുള്ള ഏഷ്യൻ ഒളിമ്പിക് കൗൺസിൽ വൈസ് പ്രസിഡന്റുമായ ഹിസൈനർ ഷെയ്ഖ് ഈസ ബിൻ അലി അൽ ഖലീഫ 8ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസ് ഹാർബിൻ 2025 ഉദ്ഘാടന ചടങ്ങിൽ BOC സെക്രട്ടറി ജനറൽ ഫാരിസ് അൽ ഖുഗൈജിക്കൊപ്പം പങ്കെടുത്തു. ചടങ്ങിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പ്രസിഡന്റ് ഹിസ് എക്സലൻസി ഷി ജിൻപിങ് പങ്കെടുത്തു. തോമസ് ബാച്ച് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ്, ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയിലെയും ദേശീയ ഒളിമ്പിക് കമ്മിറ്റികളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്രം തിരസ്കരിച്ച കേരള സംസ്ഥാനത്തിലെ ജനങ്ങളെ സർവ്വമേഖലയിലും അഭിസംബോധന ചെയ്യുന്ന വികസന കുതിപ്പിന്റെ ലക്ഷ്യബോധം പേറുന്ന സമ്പൂർണ്ണ ബഡ്ജറ്റാണ് 2025-26 വർഷക്കാലത്തേക്കായി ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് ബഹ്റൈൻ പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറോഴ, പ്രസിഡന്റ് ബിനു മണ്ണിൽ എന്നിവർ അഭിപ്രായപ്പെട്ടു. തനത് നികുതി വരുമാനം വർദ്ധിച്ചുകൊണ്ട് അടിസ്ഥാന ജനവിഭാഗത്തെ ചേർത്ത് നിർത്തുന്ന ബഡ്ജറ്റാണിത്. 1,52,352 കോടി രൂപ റവന്യൂ വരവും 1,79,476 കോടി രൂപ റവന്യൂ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണിത്. RSS നേതൃത്വം നൽകി BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ നിഷ്കരണം തള്ളിക്കളഞ്ഞ കേരളം ഉറ്റുനോക്കിയ വയനാട് ടൗൺഷിപ്പിന് 750 കോടി രൂപ മാറ്റിവെക്കുമ്പോൾ കുട്ടനാട് വികസനത്തിന് 100 കോടി രൂപ നീക്കിവെക്കുന്നു. കാർഷിക മേഖലയിൽ 3000 കോടിയുടെ പാക്കേജ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയുടെ ഒരു ഗഡു ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യപ്പെടാനും തയ്യാറാവുന്നു. ദിവസവേതനക്കാരുടെ വേതനം 5% വർദ്ധിപ്പിക്കും. സാമൂഹ്യക്ഷേമ പെൻഷൻ സമയബന്ധിതമായി കൊടുക്കും. പങ്കാളിത്ത പെൻഷൻ പകരം അഷ്യേർഡ് പെൻഷൻ പദ്ധതി ആരംഭിക്കും. കാരുണ്യ പദ്ധതിക്ക് 700 കോടി എല്ലാ താലൂക്ക് ആശുപത്രികളിലും. ഡയാലിസിസ് യൂണിറ്റുകൾ ഇതാവട്ടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ഇതുവരെ നടപ്പിലാക്കാത്തതാണ്. 108 ആംബുലൻസ് പദ്ധതിക്ക് 80 കോടി രൂപ, ഇ-ഹെൽത്ത് പദ്ധതിക്ക് 27.60 കോടി രൂപ, വയോജന പരിചരണത്തിന് 50 കോടി രൂപ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 60 കോടി രൂപ, ക്യാൻസർ ചികിത്സയ്ക്കായി 152.5 കോടി രൂപ എന്നിവയും ഓരോ മേഖലയെയും പ്രത്യേകം പരിഗണിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ്. ഇത് നാളെയുടെ കേരളം എങ്ങനെയായിരിക്കണമെന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിശാല വികസന കാഴ്ചപ്പാടുകളാണ്. അതിനെ പ്രവൃത്തിപഥത്തിലെത്തിക്കാനുള്ള ധീരമായ നടപടിയായി ബഡ്ജറ്റിനെ പ്രവാസികൾ വിലയിരുത്തുന്നതായും ബഹ്റൈൻ പ്രതിഭാ ഭാരവാഹികൾ അറിയിച്ചു. കേരള സർക്കാരിന്റെ 2025-26 സാമ്പത്തിക ബജറ്റ് അവതരണത്തിൽ പ്രവാസി മലയാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങളും പ്രതീക്ഷകളും പരിഗണിക്കപ്പെടാതെ പോയതിൽ പ്രവാസി വെൽഫെയർ ഗുരുതരമായ ആശങ്ക രേഖപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ വിദേശ നാണ്യ വരുമാനത്തിന്റെ 21% സംഭാവന ചെയ്യുന്ന പ്രവാസി സമൂഹത്തിനു വേണ്ടി വെറും 5 കോടി രൂപ മാത്രം വകയിരുത്തിയത് നിരാശാജനകമാണ്. പ്രഖ്യാപിച്ചിരിക്കുന്ന കേരള ടൂർ പ്രോഗ്രാമുകൾ, വീട് വാങ്ങൽ, വാടക പദ്ധതികൾ, മുതിർന്ന പൗരന്മാർക്കുള്ള താമസ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് വ്യക്തവും പ്രായോഗികവുമായ രൂപരേഖകൾ അവതരിപ്പിച്ചിട്ടില്ല. മാറിവരുന്ന പുതിയ ലോക സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്കായി ഒരു സമഗ്ര പുനരധിവാസ പദ്ധതി അത്യാവശ്യമാണ്. കൂടാതെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ നിരന്തരം നിരീക്ഷിക്കാനും പരിഹരിക്കാനുമുള്ള സ്ഥിരം സംവിധാനം, കുടിയേറ്റ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള വിദഗ്ധ സമിതിയും അനിവാര്യമാണ്. ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി കാണാത്ത പ്രവാസി ക്ഷേമത്തിനായി അടിയന്തര നടപടികൾ വകയിരുത്താത്ത ഈ ബജറ്റ് പ്രഖ്യാപനം പ്രവാസികളോടുള്ള കൊഞ്ഞനും കുത്തലായി മാത്രമേ കാണാൻ കഴിയൂ എന്നും പ്രവാസി വെൽഫെയർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ സൂചിപ്പിച്ചു. സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ജീവിതഭാരം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ബജറ്റ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. പഴയ വാഹനങ്ങൾക്ക് 50% നികുതി വർധന, വൈദ്യുത വാഹനങ്ങളുടെ സബ്സിഡിക്ക് പകരം നികുതി ഉയർത്തൽ, കോടതി ചെലവുകളിലെ വർധന, പെൻഷൻ കുടിശ്ശിക പരിഹരിക്കാനുള്ള നടപടികളുടെ അഭാവം തുടങ്ങിയ വ്യവസ്ഥകൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വെല്ലുവിളികൾ മറികടക്കാൻ നികുതി പിരിവിനപ്പുറത്ത് മറ്റ് സമഗ്രവും സമ്പൂർണവുമായ സാമ്പത്തിക പരിഹാര നിർദ്ദേശങ്ങൾ ഇല്ലാത്തതും ഗൗരവമായ ആശങ്ക ഉണർത്തുന്ന കാര്യമാണെന്നും പ്രവാസി വെൽഫെയർ പറഞ്ഞു.
2017 ആരംഭിച്ച യുണൈറ്റഡ് നഴ്സസ് ഓഫ് ഇന്ത്യ ബഹ്റൈൻ നഴ്സിംഗ് രംഗത്ത് ഐക്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും സാമൂഹ്യ സേവനത്തിന്റെയും സൂചനയായി മാറിയിട്ടുണ്ട്. സംഘടനത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരുടെയും പ്രതിബദ്ധതയും പരിശ്രമവും UNIBA ഇന്ന് ബഹ്റൈനിലെ സുപ്രധാന നഴ്സിംഗ് സംഘടനകളിലൊന്നാക്കി മാറ്റിയിരിക്കുന്നു. 2025-26 വർഷത്തേക്കുള്ള പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പൊതുനേതൃത്വം സംഘടനയുടെ ഉന്നമനത്തിനായി കൂടുതൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നഴ്സുമാരുടെ കഴിവുകളും സേവന ഭാവനയും സമൂഹത്തിനൊപ്പം പങ്കുവച്ച് ആരോഗ്യപരിപാലന മേഖലയിൽ കൂടുതൽ മികച്ച മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ UNIBക്ക് കഴിയട്ടെ എന്നും ഭാരവാഹികൾ പറഞ്ഞു. ഷാഫി പറമ്പിൽ MP പങ്കെടുക്കുന്ന ഹൃദ്യം 2025 ഫെബ്രുവരി 22 ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റൈൻ UDF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും RPAയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹൃദ്യം 2025 ഷാഫി പറമ്പിൽ എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വെച്ച് ഫെബ്രുവരി 22 നടക്കുന്ന പ്രോഗ്രാമിന് വടകര MP ഷാഫി പറമ്പിൽ, മുസ്ലിം ലീഗ് നേതാവും മുൻ കുറ്റ്യാടി MLAയുമായ പാറക്കൽ അബ്ദുള്ള, RPI സംസ്ഥാന സെക്രട്ടറി K വേണു, മറ്റ് മുതിർന്ന ഐക്യജനാധിപത്യ മുന്നണി നേതാക്കൾ പങ്കെടുക്കും. ഹൃദ്യം 2025 പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ സ്വാഗത സംഘം രൂപീകരിച്ചു. 501 അംഗങ്ങൾ ഉൾപ്പെടുന്ന സ്വാഗത സംഘം കമ്മിറ്റിയിൽ ചെയർമാനായി KC ഷവയും നെടുവണ്ണൂരിനൊപ്പം ജനറൽ കൺവീനറായി PK ഇസ്ഹാക്കിനെയും തെരഞ്ഞെടുത്തു. ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് നിരാശാജനകവും സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള ഭരണഘടനാ ബാധ്യത നിറവേറ്റിയതായി മാത്രമേ കാണുന്നുള്ളൂവെന്നും ബഹ്റൈൻ OICC അഭിപ്രായപ്പെട്ടു. സമൂഹത്തിൽ ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരായ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഒരു ചെറിയ ശതമാനം പോലും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാതിരുന്നത് പാവങ്ങളോട് ഈ സർക്കാരിനുള്ള അവഗണനയുടെ ഉദാഹരണമാണ്. പ്രവാസികളെ പൂർണ്ണമായും ഒഴിവാക്കിയ ധനകാര്യമന്ത്രി രാജ്യത്തിനും സംസ്ഥാനത്തിനും നൽകുന്ന സംഭാവനകൾ കൃത്യമായി ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ പാവപ്പെട്ട പ്രവാസികളെ പരിഗണിക്കാനോ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ പെൻഷൻ വർദ്ധിപ്പിക്കാനോ തയ്യാറാകാത്ത ധനകാര്യമന്ത്രി പ്രവാസികളോട് തികഞ്ഞ അവഗണനയാണ് കാണിച്ചിട്ടുള്ളത്. ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന ധനകാര്യമന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം 5% വർദ്ധിപ്പിച്ചതായി ബഡ്ജറ്റിൽ കാണുവാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിൽ കണ്ടുവരുന്നത് പോലെ സമയബന്ധിതമായി പ്ലാൻ ഫണ്ടുകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുവാനോ ക്യാരി ഓവറായി വരുന്ന തുക UDF സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിലുള്ളതുപോലെ അടുത്ത വർഷം വിനിയോഗിക്കാനുള്ള അനുമതിയോ കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിട്ടില്ല. മലയാളികളുടെ ഹൃദയത്തിൽ വലിയ വേദന ഉണ്ടാക്കിയ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ കേരള സർക്കാരിനും സാധിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ പൂർണ്ണമായും അവഗണിച്ച വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുവാനും അവർക്ക് വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കുവാനും വേണ്ടി വകയിരുത്തിയ തുക വളരെ കുറഞ്ഞുപോയി. CMDRF, SDMA, കേന്ദ്ര ഗ്രാന്റ്, CSR ഫണ്ട്, പൊതു സ്വകാര്യ മേഖലയിലെ ഫണ്ടുകൾ എല്ലാം ചേർത്തുള്ള പദ്ധതിയാണ് വയനാട്ടിൽ സർക്കാർ ആരംഭിക്കാൻ പോകുന്നതെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചുവെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എത്രയാണെന്ന് അറിയുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിനും റബ്ബർ കർഷകർ നേരിടുന്ന വിലക്കുറവ് പരിഹരിക്കാൻ സർക്കാർ ബഡ്ജറ്റ് ചർച്ചവേളയിൽ തയ്യാറാകണമെന്ന് ബഹ്റൈൻ OICC സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ ശാസ്ത്ര പുരസ്കാരം ISRO മുൻ ചെയർമാൻ ഡോക്ടർ S. സോമനാഥിന് സമ്മാനിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മികച്ച സംഭാവന നൽകിയവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണിത്. ഡോക്ടർ വൃന്ദ മുകുന്ദൻ, ഡോക്ടർ VS ഹരീഷ് എന്നിവർക്ക് ഈ വർഷത്തെ യുവശാസ്ത്രജ്ഞ പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിച്ചു. V. ദീപകിന്റെ നിർമ്മിത ബുദ്ധികാലത്തിൽ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന രചന ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനും, ഡോക്ടർ സതീഷ് പോളിന്റെ അണുഭൗതിക സങ്കല്പനങ്ങൾ എന്ന രചന വൈജ്ഞാനിക ശാസ്ത്ര സാഹിത്യത്തിനുമുള്ള പുരസ്കാരം നേടി. ശാസ്ത്ര പത്രപ്രവർത്തനത്തിന് ദിലീപ് മലയാലപ്പുഴയും അർഹനായി. മികച്ച ശാസ്ത്രജ്ഞനുള്ള പുരസ്കാരത്തിന് ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്ക ഗാർഡനിലെ ഡോക്ടർ RS സുജയും അർഹയായി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.